ഭർത്താവുമായുള്ള പിണക്കം മാറ്റിത്തരാമെന്നും അതിന് പൂജ ചെയ്യാമെന്നും വാഗ്ദാനം. അങ്ങനെ യുവതിയുമായി അടുപ്പം സ്ഥാപിക്കുന്നു. പിന്നീട് മയക്കുമരുന്ന് നൽകി പീഡനം. തൃശൂർ ചാവക്കാടുള്ള യുവതിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് മന്ത്രവാദി ചമഞ്ഞാണ്. പിന്നീട് യുവതിക്ക് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് പലതവണ പീഡിപ്പിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്ത് പ്രതികൾ പണവും തട്ടിയെടുത്തു. യുവതിയെ മന്ത്രവാദി ചമഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കുകയും 61 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ 2 അംഗ സംഘം പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. ഇവർ സമാനമായ രീതിയിൽ കൂടുതൽ പേരെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. ഭർത്താവുമായുള്ള പ്രശ്നം മന്ത്രവാദത്തിലൂടെ പരിഹരിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചതും 61 ലക്ഷം രൂപ തട്ടിയെടുത്തതും. കേസിൽ മലപ്പുറം മാറഞ്ചേരി സ്വദേശി താജുദ്ദീൻ, ഇയാളുടെ സഹായി വടക്കേക്കാട് നായരങ്ങാടി സ്വദേശി ഷക്കീർ എന്നിവർ പിടിയിലായി. യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ പദ്ധതിയിട്ട പ്രതികൾ തലവേദനയ്ക്കുള്ള മരുന്നെന്ന വ്യാജേനെ വീട്ടിലെത്തി ഗുളിക നൽകുകയായിരുന്നു. ഇത് കഴിച്ചതോടെ ബോധം നഷ്ടമായ യുവതിയുടെ നഗ്നചിത്രങ്ങൾ പ്രതികൾ പകർത്തുകയും തുടർന്ന് ഭീഷണി ആരംഭിക്കുകയും ചെയ്തു. ഭർത്താവിനെയും വീട്ടുകാരെയും ഈ ചിത്രങ്ങൾ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചത്. തുടർന്ന് 1 ലക്ഷം കൈക്കലാക്കുകയും ചെയ്തു. പിന്നീട് പ്രതി താജുദ്ദീൻ യുവതിക്ക് പ്രേതബാധയുണ്ടെന്ന് കബളിപ്പിച്ച് പലതവണ പീഡിപ്പിച്ചു. ഗുളിക നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷമായിരുന്നു പീഡനം. ഇതിന്റെയും ദൃശ്യങ്ങൾ പകർത്തി വീണ്ടും വീണ്ടും പീഡിപ്പിക്കുകയും 60 ലക്ഷം രൂപ തട്ടുകയും ചെയ്തു. തുടർന്ന് യുവതിയുടെ പരാതിയിൽ ചാവക്കാട് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. സബ് ഇൻസ്പെക്ടർ TC അനുരാജ്, വിഷ്ണു S നായർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് V നാഥ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, പ്രദീപ്, രജിത്ത് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. News 18 തൃശൂർ.